ഹലോ, ദിസ് ഈസ് റോബിൻ. നമ്മളിന്ന് പോകുന്നത് സ്പോക്കൺ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സിൻ്റെ 8ാം ഭാഗത്തിലേക്കാണ്. സ്പോക്കൺ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സ് എന്ന ട്രെയിനിങ് സെഷൻസിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർക്ക് ജീവിത സാഹചര്യങ്ങളിൽ, അതായത് ജോലി സ്ഥലങ്ങളിലും യാത്രകൾ ചെയ്യുമ്പോഴും സഹായം ചോദിക്കാനും മറ്റുമൊക്കെ പെട്ടെന്ന് ഉപയോഗിക്കാനുള്ള ഇംഗ്ലീഷ് വാചകങ്ങളും യൂസേജസും പഠിക്കുക എന്നതാണ്. ഇതിൽ ഇംഗ്ലീഷ് ഗ്രാമർ എക്സ്പ്ലനേഷൻ ഞാൻ കാര്യമായിട്ട് പറയുന്നില്ല. എളുപ്പവഴിയിൽ ഇംഗ്ലീഷ് പഠിച്ച് ഉപയോഗിച്ച് തുടങ്ങുക എന്നതാണ് ലക്ഷ്യം. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓഫർ ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓഫർ ചെയ്യുന്ന കംപ്ലീറ്റ് കോഴ്സ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇംഗ്ലീഷിലെ ബേസിക്സ് തൊട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. പാർട്ട് 1 തൊട്ട് ഓർഡറായിട്ട് കണ്ട് പ്രാക്ടീസ് ചെയ്യുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഇത് ജസ്റ്റ് ഒരു വീഡിയോ ക്ലാസ് ആയിട്ട് കാണണ്ട. ഈ വീഡിയോ കണ്ടുപോകുന്നതിന് പകരം നിങ്ങൾ എൻ്റെ ഒപ്പം ഉറക്കെ പ്രാക്ടീസ് ചെയ്യുക. ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉപയോഗിക്കുന്ന ടങ് ട്രെയിനിങ് എന്ന ആക്ടിവിറ്റി ബേസ്ഡ് മെത്തഡോളജിയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്ത്, നിങ്ങൾ എൻ്റെ ഒപ്പം ഉറക്കെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുക. ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന ഒരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ്. മാത്രമല്ല, നിങ്ങൾ 2-3 തവണ വീഡിയോ കണ്ട് ഉറക്കെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മൾ ഇന്നത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ എൻ്റെ ഫ്രണ്ടാണ് ജോൺ. ഞാൻ ജോണിനെ ഫോം വിളിക്കുകയാണ്. ഇവിടെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, ഞാനും ജോണും ഒരു യാത്രയ്ക്ക് പോവുകയാണ്. എറണാകുളത്തേക്ക് ഒരു യാത്രയ്ക്ക് പോവുകയാണ്. ഞാൻ ജോണിന് വേണ്ടി ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഞാൻ ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ ജോൺ എത്താമെന്ന് പറഞ്ഞു. ഒരുമിച്ച് രാവിലെ ഒരു 8 മണിയാകുമ്പോൾ പോകാമെന്ന് പറഞ്ഞു. ഞാനൊരു 8 മണിക്ക് മുമ്പ് തന്നെ അവിടെ എത്തി. 8 മണി തൊട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 8:10 അല്ലെ 8:15 പക്ഷേ ജോണിനെ കാണുന്നില്ല. അപ്പോൾ ഞാൻ ജോണിനെ ഫോം വിളിക്കുകയാണ്. ഓക്കെ, ഞാൻ ജോണിനെ വിളിച്ച് ചോദിക്കുകയാണ്, നീ എവിടെയാണ്? നീ ഇപ്പോൾ എവിടെയാണ്? എങ്ങനെ ചോദിക്കും? നീ എന്നുള്ള വാക്കാണ് യു. സ്പ്ലിറ്റ് ചെയ്ത് പ്രാക്ടീസ്. നീ എന്ന വാക്കാണ് യു. എവിടെ എന്ന വാക്കാണ് എന്ത്? വേർ. WHERE വേർ. നീ എവിടെയാണ്? വേർ ആർ യു? ഹലോ ജോൺ, വേർ ആർ യു? ഹലോ ജോൺ, വേർ ആർ യു? എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. ഹലോ ജോൺ, വേർ ആർ യു? നിങ്ങൾക്ക് റിയൽ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഒരാളെ വിളിച്ചത് നിങ്ങൾ ഒരാൾ എവിടെയാണെന്ന് ചോദിക്കണം. വേർ ആർ യു എന്ന് ചോദ്യം ചോദിക്കാം. ഹലോ ജോൺ, വേർ ആർ യു? അല്ലെ വേർ ആർ യു നൗ എന്ന് ചോദിക്കാം. അപ്പോൾ ജോൺ എന്നോട് പറയാണ്, ജോൺ യാത്ര ചെയ്യുകയാണല്ലോ. അപ്പോൾ ജോൺ എന്നോട് പറയാണ്, എനിക്ക് നീ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. എനിക്ക് നീ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. നീ എന്നുള്ള വാക്ക് യു ആണ്. കേൾക്കുക എന്ന വാക്കാണ് ഹിയർ. HEAR. HERE അല്ല. ഇവിടെ എന്നുള്ള ഹിയർ അല്ല. ഒരേ ഉച്ചാരണമാണ്. പക്ഷേ കേൾക്കുക എന്ന വാക്ക് HEAR. ഹിയർ, കേൾക്കുക. എനിക്ക് നീ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. ശ്രദ്ധിക്കുക, എനിക്കൊരു കാര്യം പറ്റുന്നില്ല. ഐ കാൺട്ട് അല്ലെങ്കിൽ ഐ കാനോട്ട്. ഐ കാൺ ഹിയർ യു അല്ലെ ഐ കാനോട്ട് ഹിയർ യു. കേൾക്കാൻ പറ്റുമെങ്കിൽ ഐ ക്യാൻ ഹിയർ യു എന്ന് പറയാം. സാധിക്കും, കേൾക്കാൻ പറ്റും. ഐ ക്യാൻ. പറ്റില്ല, ഐ കാൺട്ട് അല്ലെ ഐ കാനോട്ട്. എനിക്ക് നീ എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. എനിക്ക് നീ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. ഐ കാൺ ഹിയർ യു. എനിക്ക് നീ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. ഐ കാൺ ഹിയർ യു. നിങ്ങൾ റിയൽ ലൈഫിൽ സിറ്റുവേഷൻസ് വരാറുണ്ടല്ലേ? ഒരാൾ ഫോം വിളിക്കുമ്പോൾ നിങ്ങൾക്ക് അയാൾ പറയുന്നത് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ, നീ പറഞ്ഞതൊക്കെ കേൾക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയില്ലേ? അത് നമുക്ക് ഇംഗ്ലീഷിൽ പറയണം, ഇങ്ങനെ പറയാം, എനിക്ക് നീ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. ഐ കാൺ ഹിയർ യു. അപ്പോൾ ജോണാണ് എന്നോട് പറഞ്ഞത് ഐ കാൺ ഹിയർ യു. നീ പറഞ്ഞത് കേൾക്കാൻ പറ്റുന്നില്ല, കേൾക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവൻ എന്നോട് ചോദിക്കുകയാണ്, നിനക്ക് ഉറക്കെ സംസാരിക്കാമോ? നിനക്ക് ഉറക്കെ സംസാരിക്കാമോ? ഉറക്കെ സംസാരിക്കുന്ന വാക്ക് ടോക്കാണ് അല്ലേ? ഉറക്കെ, ഉച്ചത്തിൽ, ലൗഡ്ലി. ഓക്കെ, നിനക്കൊരു കാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ ക്യാൻ യു വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ക്യാൻ യു, നിനക്കൊരു കാര്യം ചെയ്യാൻ പറ്റുമോ, സാധിക്കുമോ എന്ന് ചോദിക്കണമെങ്കിൽ എങ്ങനെ ചോദിക്കുക? ക്യാൻ യു. ഓക്കെ, നിനക്ക് ഉറക്കെ സംസാരിക്കാമോ? ക്യാൻ യു ടോക്ക് ലൗഡ്ലി? എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. ക്യാൻ യു ടോക്ക് ലൗഡ്ലി? നിനക്ക് ഉറക്കെ സംസാരിക്കാമോ? ക്യാൻ യു ടോക്ക് ലൗഡ്ലി? ജോൺ എന്നോട് പറയാണ്, നീ പറഞ്ഞ് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, കേൾക്കാൻ സാധിക്കുന്നില്ല. നിനക്ക് ഉറക്കെ സംസാരിക്കാൻ പറ്റുമോ? ഐ കാൺ ഹിയർ യു. ക്യാൻ യു ടോക്ക് ലൗഡ്ലി? അപ്പോൾ ഞാൻ അവനോട് ചോദിക്കുകയാണ്, നീ ഇപ്പോൾ യാത്ര ചെയ്യുകയാണോ? അല്ലെങ്കിൽ നീ ഇപ്പോൾ യാത്ര ചെയ്യുകയാണോ? യാത്ര ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയാൻ ട്രാവലിംഗ് എന്ന് ഉപയോഗിക്കാം. നീ എന്നുള്ള വാക്ക് യു ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കാര്യം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കാൻ, നിങ്ങളൊരു കാര്യം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഒരാൾ ചോദിക്കാൻ ആർ യു പ്ലസ് ING ഫോം യൂസ് ചെയ്യാം. ഇത് ഗ്രാമർ പറയുകയാണെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ആപ്ലിക്കേഷൻ ആണ്. ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഗ്രാമർ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, നിങ്ങളൊരു കാര്യം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന് ഒരാളോട് ചോദിക്കാൻ ആർ യു പ്ലസ് ING ഫോം യൂസ് ചെയ്യാം. ആർ യു പ്ലസ് ING ഫോം വെച്ചാൽ ക്വസ്റ്റ്യൻ യൂസ് ചെയ്യാം. നീ ഇപ്പോൾ യാത്ര ചെയ്യുകയാണോ? ആർ യു ട്രാവലിംഗ്? ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് എക്സാമ്പിൾസ് തരുന്നുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരാളോട് ചോദിക്കുകയാണ്, നീ വണ്ടി ഓടിക്കുകയാണോ? ഫോം വിളിച്ച് ചോദിക്കുക, നീ വണ്ടി ഓടിക്കുകയാണോ? ആർ യു ഡ്രൈവിംഗ്?
അല്ലെ ആർ യു ഡ്രൈവിംഗ് നൗ, ഇപ്പോൾ ഒരു കാര്യം ചെയ്യുകയാണെന്ന്. നൗ വേണം ഇടാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. നീ ടി വി കാണുകയാണോ? ആർ യു വാച്ചിങ് ടി വി? നീ അവനോട് സംസാരിക്കുകയാണോ? ആർ യു ടോക്കിംഗ് ടു ഹിം? നീ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണോ? ആർ യു അറ്റൻഡിങ് ദ ക്ലാസ്? അപ്പോൾ നീ യാത്ര ചെയ്യുകയാണോ? എങ്ങനെ ചോദിക്കും? ആർ യു ട്രാവലിംഗ്? അപ്പോൾ ഞാൻ അവനോട് ചോദിക്കുകയാണ്, നീ യാത്ര ചെയ്യുകയാണോ? ആർ യു ട്രാവലിംഗ്? അപ്പോൾ ജോൺ പറയാണ്, അതെ, യെസ്, ഞാൻ യാത്ര ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ ട്രാവലിംഗ് എന്നാണ്. ഞാൻ യാത്ര ചെയ്യുകയാണ്. ഐ ആം ട്രാവലിംഗ്, ഐ ആം ട്രാവലിംഗ്, ഐ ആം ട്രാവലിംഗ്. ഞാനൊരു കാര്യം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ ഐ ആം പ്ലസ് ING ഫോം വെച്ച് സെന്റൻസ് തുടങ്ങാം. ഞാനൊരു കാര്യം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനാണ് ഐ ആം പ്ലസ് ING ഫോം യൂസ് ചെയ്യുന്നത്. ഇതും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ആപ്ലിക്കേഷനാണ്. താല്പര്യമുള്ളവർക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം ഞാൻ യാത്ര ചെയ്യുകയാണ്. ഐ ആം ട്രാവലിംഗ്. ഞാൻ അവനോട് എന്താ ചോദിച്ചേ? നീ യാത്ര ചെയ്യുകയാണോ? ആർ യു ട്രാവലിംഗ്? അല്ലെങ്കിൽ ആർ യു ട്രാവലിംഗ് നൗ? അതെ, അവൻ പറയാണ്, അതെ, ഞാൻ യാത്ര ചെയ്യുകയാണ്. യെസ്, ഐ ആം ട്രാവലിംഗ്. അപ്പോൾ അവൻ എന്നോട് ചോദിക്കുകയാണ്, നീ ഇരിങ്ങാലക്കുട എത്തിയോ? നീ ഇരിങ്ങാലക്കുട എത്തിയോ? എത്തിയോ, എത്തുക എന്ന വാക്കാണ് എന്ത്? റീച്ച്, REACH. എത്തുക, റീച്ച്. നീ അല്ലെ നിങ്ങൾ, യു. നീ ഇരിങ്ങാലക്കുട എത്തിയോ? ഡിഡ് യു റീച്ച് ഇരിങ്ങാലക്കുട? ഡിഡ് യു റീച്ച് ഇരിങ്ങാലക്കുട? ശ്രദ്ധിക്കുക, ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ആപ്ലിക്കേഷൻ ആണ്. ഡിഡ് യു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ് വെച്ച് ഒരു ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് നിങ്ങളൊരു കാര്യം നേരത്തെ ചെയ്തോ, ഇപ്പോഴത്തെ സമയത്തിന് മുമ്പ് നിങ്ങളൊരു കാര്യം ചെയ്തോ എന്ന് ചോദിക്കാനാണ് ഡിഡ് യു വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1-2 എക്സാമ്പിൾസ് പറഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. നിങ്ങൾ ഇന്ന് ഓഫീസിൽ പോയോ? ഡിഡ് യു ഗോ ടു ഓഫീസ് ടുഡേ? നിങ്ങൾ രാവിലെ വല്ലതും കഴിച്ചോ? ഡിഡ് യു ഈറ്റ് എനിത്തിങ് ഇൻ ദ മോർണിംഗ്? നീ രാവിലെ ചായ കുടിച്ചോ? ഡിഡ് യു ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്? നീ അവളെ വിളിച്ചോ? ഡിഡ് യു കോൾ ഹെർ? നിങ്ങൾ എന്തെങ്കിലും കാര്യം ഇപ്പോഴത്തെ സമയം എന്താണോ അതിന് മുമ്പ് ചെയ്തോ എന്ന് ചോദിക്കാനാണ് ഡിഡ് യു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ് അല്ലെ ഫസ്റ്റ് ഫോം ഓഫ് ദ വേർബ് വെച്ച് ക്വസ്റ്റ്യൻ തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ പറയാണ്, യെസ് ഐ റീച്ച്ഡ് ഹിയർ. ഞാനിവിടെ എത്തിയെന്ന് വേണം പറയാം, അല്ലെങ്കിൽ ജസ്റ്റ് യെസ് എന്ന് പറഞ്ഞാലും മതി. എന്നിട്ട് ഞാൻ അവനോട് പറയാണ്, ഞാൻ നിനക്ക് വേണ്ടി ബസ് സ്റ്റാൻഡിൽ കാത്തു നിൽക്കുകയാണ്. ഞാൻ നിനക്ക് വേണ്ടി ബസ് സ്റ്റാൻഡിൽ കാത്തു നിൽക്കുകയാണ്. ശ്രദ്ധിക്കാം, ബസ് സ്റ്റാൻഡിൽ എന്ന് പറയുകയാണെങ്കിൽ അറ്റ് ദ ബസ് സ്റ്റാൻഡ് ലൊക്കേഷനാണ്. കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ അറ്റ് വെച്ച് ഉപയോഗിക്കാം. അറ്റ് ദ ബസ് സ്റ്റാൻഡ്. ഞാൻ കാത്തു നിൽക്കുകയാണ്. ഐ ആം വെയിറ്റിംഗ്, ഐ ആം വെയിറ്റിംഗ്. ശ്രദ്ധിക്കുക, ഐ ആം പ്ലസ് ING എന്തിനാണ് ഉപയോഗിക്കുന്നത്? ING ഫോം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഞാനൊരു കാര്യം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ കാത്തു നിൽക്കുകയാണ്. ഐ ആം വെയിറ്റിംഗ്. നിനക്ക് വേണ്ടി, ഫോർ യു. നിനക്ക് വേണ്ടി, ഫോർ യു. ഞാൻ നിനക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഐ ആം വെയിറ്റിംഗ് ഫോർ യു. ഞാൻ നിനക്ക് വേണ്ടി ബസ് സ്റ്റാൻഡിൽ കാത്തു നിൽക്കുകയാണ്. ഐ ആം വെയിറ്റിംഗ് ഫോർ യു അറ്റ് ദ ബസ് സ്റ്റാൻഡ്. സോ നമുക്ക് ഒന്നുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാം. ഞാൻ കാത്തു നിൽക്കുകയാണ്, ഐ ആം വെയിറ്റിംഗ്. നിനക്ക് വേണ്ടി, ഫോർ യു. ബസ് സ്റ്റാൻഡിൽ, അറ്റ് ദ ബസ് സ്റ്റാൻഡ്. ഞാൻ കാത്തു നിൽക്കുകയാണ്, ഐ ആം വെയിറ്റിംഗ്. എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. ഞാൻ കാത്തു നിൽക്കുകയാണ്, ഐ ആം വെയിറ്റിംഗ്. ഞാൻ നിനക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഐ ആം വെയിറ്റിംഗ് ഫോർ യു. ഐ ആം വെയിറ്റിംഗ് ഫോർ യു. ഞാൻ നിനക്ക് വേണ്ടി ബസ് സ്റ്റാൻഡിൽ കാത്തു നിൽക്കുകയാണ്. ഐ ആം വെയിറ്റിംഗ് ഫോർ യു അറ്റ് ദ ബസ് സ്റ്റാൻഡ്. ഞാൻ അവനോട് ചോദിക്കുകയാണ്, നീ എപ്പോഴാണ് ഇവിടെ എത്തുക? നീ എപ്പോഴാണ് ഇവിടെ എത്തുക? എത്തുക എന്ന വാക്ക് റീച്ച് ആണ്. ഇവിടെ എന്നുള്ള വാക്ക് എന്താ? ഹിയർ ആണ്. നീ എന്നുള്ള വാക്ക് യു ആണ്. എപ്പോൾ എന്ന വാക്ക് എന്താ? വെൻ, WHEN. നീ എപ്പോഴാണ് ഇവിടെ എത്തുക? വെൻ വിൽ യു റീച്ച് ഹിയർ? വെൻ വിൽ യു റീച്ച് ഹിയർ? ശ്രദ്ധിക്കുക, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ ആപ്ലിക്കേഷൻ ആണ്. നിങ്ങളൊരു കാര്യം ഇപ്പോഴത്തെ സമയത്തിന് ശേഷം പിന്നീട് ഒരു കാര്യം ചെയ്യുമോ എന്ന് ചോദിക്കാൻ വിൽ യു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ് അല്ലെങ്കിൽ ഫസ്റ്റ് ഫോം ഓഫ് ദ വേർബ് വെച്ച് ക്വസ്റ്റ്യൻ തുടങ്ങാം. 1-2 എക്സാമ്പിൾസ് പറഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. നീ ഇന്ന് ഓഫീസിൽ പോകുമോ? വിൽ യു ഗോ ടു ഓഫീസ് ടുഡേ? നീ വൈകുന്നേരം എന്നെ വിളിക്കുമോ? വിൽ യു കോൾ മീ ഇൻ ദ ഈവനിങ്? അപ്പോൾ നീ എന്തെങ്കിലും കാര്യം പിന്നീട് ചെയ്യുമോ എന്ന് ചോദിക്കാൻ വിൽ യു വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. നീ ഇവിടെ എത്തുമോ എന്ന് എങ്ങനെ ചോദിക്കുക? വിൽ യു റീച്ച് ഹിയർ? നീ ഇവിടെ എപ്പോഴാണ് എത്തുക? നീ ഇവിടെ എപ്പോൾ എത്തും എന്നെങ്ങനെ ചോദിക്കാം? ആ വിൽ യു റീച്ചിന് മുമ്പിൽ നമ്മൾ വെൻ ആഡ് ചെയ്യുക. വെൻ വിൽ യു റീച്ച് ഹിയർ? വെൻ വിൽ യു റീച്ച് ഹിയർ? നീ എപ്പോഴാണ് ഇവിടെ എത്തുക? അപ്പോൾ അവൻ പറയാണ്, ഞാൻ അവിടെ 10 മിനിറ്റിനുള്ളിൽ എത്തും. ഐ വിൽ റീച്ച് ദർ ഇൻ 10 മിനിറ്റ്സ്. ഇൻ 10 മിനിറ്റ്സ്, 10 മിനിറ്റിനുള്ളിൽ. എത്തുക, റീച്ച്. അവിടെ, ദർ. ഞാൻ എത്തും, ഐ വിൽ റീച്ച്. ഞാനൊരു കാര്യം ഇപ്പോഴത്തെ സമയത്തിന് ശേഷം, ഇപ്പോഴത്തെ സമയത്തിന് ശേഷം പിന്നീട് ഞാനൊരു കാര്യം ചെയ്യും എന്ന് പറയാൻ ഐ വിൽ പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ് വെച്ച് ഒരു സെന്റൻസ് തുടങ്ങാം. ഐ വിൽ റീച്ച് ദർ. ഞാനിവിടെ എത്തും. 1-2 എക്സാമ്പിൾസ് വേറെ പറയാം. ഞാൻ ഇന്ന് ഓഫീസിൽ പോകും. ഐ വിൽ ഗോ ടു ഓഫീസ് ടുഡേ. ഞാൻ അവളെ ഇന്ന് വിളിക്കും. ഐ വിൽ കോൾ ഹർ ടുഡേ. ഞാനവിടെ 10 മിനിറ്റിനുള്ളിൽ എത്തും. എങ്ങനെ പറയും? ഐ വിൽ റീച്ച് ദർ ഇൻ 10 മിനിറ്റ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, ഓക്കെ. അപ്പം വളരെ സിമ്പിളായിട്ടുള്ള സിറ്റുവേഷനാണ് നിങ്ങൾ എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് യൂട്യൂബ് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ചോദിക്കാം. ശ്രദ്ധിക്കുക, നമുക്ക് ഈ കോൺവെർസേഷൻ ഒന്നും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. റിയൽ ലൈഫ് സിറ്റുവേഷൻ ബേസ്ഡ് ആണ്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യാം. സിറ്റുവേഷൻ എന്താണെന്ന് അറിയാമല്ലോ. ഞാൻ ജോണിന് വേണ്ടി ബസ് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ അവനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ജോണിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്,
ജോൺ നീ എവിടെയാണ്? ഹലോ ജോൺ, വേർ ആർ യു? നീ എവിടെയാണ്? അല്ലെങ്കിൽ വേർ ആർ യു നൗ? അപ്പോൾ ജോൺ പറയാണ്, എനിക്ക് നീ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. ഐ കാൺ ഹിയർ യു. നിനക്ക് ഉറക്കെ സംസാരിക്കാൻ പറ്റുമോ? ക്യാൻ യു ടോക്ക് ലൗഡ്ലി? ഒന്നുകൂടെ പറയാം, എനിക്ക് നീ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല, നിനക്ക് ഉറക്കെ സംസാരിക്കാൻ പറ്റുമോ? ഐ കാൺ ഹിയർ യു. ക്യാൻ യു ടോക്ക് ലൗഡ്ലി? അപ്പോൾ ഞാൻ അവനോട് ചോദിക്കുകയാണ്, നീ യാത്ര ചെയ്യുകയാണോ? നീ ഇപ്പോൾ യാത്ര ചെയ്യുകയാണോ? ആർ യു ട്രാവലിംഗ്? അല്ലെങ്കിൽ ആർ യു ട്രാവലിംഗ് നൗ എന്ന് ചോദിക്കാം. അവൻ പറയുകയാണ്, അതെ, യെസ്, ഞാൻ യാത്ര ചെയ്യുകയാണ്. ഐ ആം ട്രാവലിംഗ്. നീ ഇരിങ്ങാലക്കുട എത്തിയോ? ഡിഡ് യു റീച്ച് ഇരിങ്ങാലക്കുട? അപ്പോൾ അവൻ പറഞ്ഞ എന്താണ്? അതെ, ഞാൻ യാത്ര ചെയ്യുകയാണ്. നീ ഇരിങ്ങാലക്കുട എത്തിയോ? യെസ്, ഐ ആം ട്രാവലിംഗ്. ഡിഡ് യു റീച്ച് ഇരിങ്ങാലക്കുട? അപ്പോൾ ഞാൻ പറയാണ്, ഞാൻ എത്തി. ഒന്നുകിൽ നമുക്ക് ഐ റീച്ച്ഡ് ഹിയർ എന്ന് പറയാം. യെസ്, ഞാൻ നിനക്ക് വേണ്ടി ബസ് സ്റ്റാൻഡിൽ കാത്തു നിൽക്കുകയാണ്. ഐ ആം വെയിറ്റിംഗ് ഫോർ യു അറ്റ് ദ ബസ് സ്റ്റാൻഡ്. നീ എപ്പോഴാണ് ഇവിടെ എത്തുക? വെൻ വിൽ യു റീച്ച് ഹിയർ? ജോൺ എന്നോട് പറയാണ്, ഞാൻ അവിടെ 10 മിനിറ്റിനുള്ളിൽ എത്തും. ഐ വിൽ റീച്ച് ദർ ഇൻ 10 മിനിറ്റ്സ്. ഞാൻ പറഞ്ഞു ശരി, ഓക്കെ. നിങ്ങൾക്ക് ഇന്നത്തെ ട്രെയിനിങ് സെഷൻ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതെനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആണ്. അതുപോലെ മറ്റുള്ളവർക്കും ഈ ട്രെയിനിങ് സെഷൻ യൂസ്ഫുൾ ആവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ട്രെയിനിങ് സെഷൻ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. റെഗുലറായിട്ട് ക്വാളിറ്റി ട്രെയിനിങ് സെഷൻസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക, ഞാനൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ബുക്കിൻ്റെ ഓതറാണ്. ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എടുക്കുന്ന കോഴ്സിൻ്റെ പുസ്തക രൂപമാണ്. ഇതിൽ ഇ ബുക്ക് ഫോർമാറ്റും ഉണ്ട്, PDF ഫോർമാറ്റും ഉണ്ട്. അതൊക്കെ ലോകത്ത് എവിടെ നിന്ന് ഓർഡർ ചെയ്യാം, എവിടേക്കോ അയച്ചു തരാൻ സാധിക്കുന്നതാണ്. PDF ഫോർമാറ്റ് ഇ ബുക്കിന് 200 രൂപയാണ്. അതുപോലെ ഒറിജിനൽ ബുക്കിന് 300 രൂപയാണ് വില വരുന്നത്. കേരളത്തിനുള്ളിലുള്ള ഷിപ്പിങ്ങിന് 300 + 50 രൂപ ഷിപ്പിംഗ് ചാർജാണ്. ടോട്ടൽ 300 + 50 350 രൂപയാണ് ഒറിജിനൽ ബുക്ക് കേരളത്തിനുള്ളിൽ ഷിപ്പിങ്ങിന് വരുന്നത്. ഈ ബുക്ക് ലോകത്ത് എവിടെ നിങ്ങൾക്ക് ഓർഡർ 200 രൂപയാണ് വരുന്നത്. ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ഓൺലൈൻ ക്ലാസ്സസ് ഓഫർ ചെയ്യുന്നുണ്ട്. 900 rupees തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 900 rupees തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതൊരു സെൽഫ് സ്റ്റഡി പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് 30 ഡേയ്സിലേക്കുള്ള 30 ദിവസത്തേക്കുള്ള റെക്കോർഡഡ് ഓഡിയോ ക്ലാസ്സസ്, 10 എക്സാംസ്, അതിൻ്റെ ആൻസർ കീസ്, ഞാൻ ഓതറായിട്ടുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ബുക്കിൻ്റെ PDF ഫോർമാറ്റിലുള്ള ഇ ബുക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സെൽഫ് സ്റ്റഡി പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് മലയാളത്തിൽ മനസ്സിലാലോചിക്കുന്ന കാര്യങ്ങൾ തെറ്റുകൾ കൂടാതെ ഇംഗ്ലീഷിൽ കിട്ടാനും അത്യാവശ്യം ചോദ്യം ചോദിക്കാനും ഉത്തരം പറയാനും റൈറ്റിങ്ങിലും സ്പീക്കിങ്ങിലും ഗ്രാമർ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാനുള്ള ട്രെയിനിങ്ങാണ് മെയിനായിട്ട് വരുന്നത്. സ്പോക്കൺ ഇംഗ്ലീഷ് ബുക്സിനെ പറ്റിയോ കോഴ്സുകളെ പറ്റിയോ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. So that's all for today. I'll be back with the next training session soon. Bye.